വമ്പൻ താരങ്ങൾ, ഭീമൻ ബഡ്ജറ്റുകൾ, ആകാശമുട്ടയുള്ള ഹൈപ്പ്. 2025 ഇന്ത്യൻ സിനിമയുടെ ബ്ലോക്ക് ബസ്റ്റർ വർഷമാകേണ്ടതായിരുന്നു. പക്ഷേ നമ്മളേറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ചില സിനിമകൾക്ക് സംഭവിച്ചതോ ഒരു വലിയ ദുരന്തം. ഹായ്, എല്ലാവർക്കും STMലേക്ക് വീണ്ടും സ്വാഗതം. സിനിമാ നിരൂപകരെയും നിർമ്മാതാക്കളെയും നമ്മളെപ്പോലുള്ള ആരാധകരെയും ഒരുപോലെ കുഴപ്പിക്കുന്ന ഒരു ചോദ്യത്തിലേക്ക് കടക്കാം. എന്തുകൊണ്ടാണ് 2025 ഏറെ പ്രതീക്ഷയോടെ വന്ന എംപുരാൻ, കൂലി, തഗ് ലൈഫ്, വാർ 2 പോലുള്ള സിനിമകൾക്ക് അവയുടെ വാഗ്ദാനങ്ങൾ പാലിക്കാൻ കഴിയാതെ പോയത്? ഇതിഹാസ സംവിധായകർ, സൂപ്പർ സ്റ്റാറുകൾ, ഒരു ചെറിയ രാജ്യം വാങ്ങാൻ മാത്രം ബഡ്ജറ്റുള്ള സിനിമകൾ. എന്നിട്ടും പല കാരണങ്ങൾ കൊണ്ട് ഈ സിനിമകൾ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടില്ല. കഥ അല്ലെങ്കിൽ അതിൻ്റെ അഭാവം. ഈ സിനിമകളെല്ലാം വലിയ ദൃശ്യവിസ്മയം വാഗ്ദാനം ചെയ്തു. പക്ഷേ സിനിമയുടെ അടിസ്ഥാന നിയമം മറന്നുപോയി. ശക്തവും കെട്ടുറപ്പുള്ളതുമായൊരു കഥയാണ് ഏതൊരു മികച്ച സിനിമയുടെയും നട്ടെല്ല്. ഈ സിനിമകളിൽ നമ്മൾ കണ്ടത് വികസിപ്പിക്കാത്ത കഥാപാത്രങ്ങളെയും ആശയക്കുഴപ്പമുണ്ടാക്കുന്ന ഉപകഥകളെയും സിനിമയുടെ ഭാരം താങ്ങാൻ കഴിയാത്ത ആഖ്യാനങ്ങളെയുമായിരുന്നു. ഹൈപ്പിന്റെ കെണി. സൂപ്പർ താരങ്ങളും വലിയ പേരുകളും വരുമ്പോൾ പ്രതീക്ഷകൾ സ്വാഭാവികമായും കൂടും. എന്നാൽ പലപ്പോഴും ആരാധകരെ തൃപ്തിപ്പെടുത്താനും പഴയ നമ്പറുകൾ വീണ്ടും കാണിക്കാനും ശ്രമിക്കുന്നതിനിടയിൽ പുതിയതൊന്നും ചെയ്യാൻ സിനിമയുടെ അണിയറക്കാർ മറന്നുപോയി. ഫലം: പ്രവചിക്കാവുന്ന, ആവേശമില്ലാത്ത സിനിമകൾ. സർഗാത്മകമായ ആശയക്കുഴപ്പം. ഒരു സിനിമയിൽ ഒന്നിലധികം പ്രഗത്ഭർ ഒരുമിക്കുമ്പോൾ ചിലപ്പോൾ സിനിമയുടെ കാഴ്ചപ്പാട് അവ്യക്തമാവും. ഇതാരുടെ സിനിമയാണ്? സംവിധായകൻ്റേതാണോ, താരത്തിൻ്റെതാണോ, അതോ നിർമ്മാതാവിൻ്റേതാണോ? വ്യക്തമായ ഒറ്റപ്പെട്ടൊരു കാഴ്ചപ്പാട് ഈ സിനിമകൾക്കില്ലായിരുന്നു. സിനിമാപരമായ തടസ്സങ്ങൾ മാത്രമല്ല നേരിടേണ്ടി വന്ന ഒരു സിനിമയിൽ നിന്ന് തുടങ്ങാം. മോഹൻലാലിൻ്റെയും പൃഥ്വിരാജിൻ്റെയും എംപുരാൻ. സൂപ്പർ ഹിറ്റായ ലൂസിഫറിൻ്റെ രണ്ടാം ഭാഗമായ ഈ ചിത്രം മലയാള സിനിമയുടെ മറ്റൊരു പൊൻതുവലാകേണ്ടതായിരുന്നു. എന്നാൽ സിനിമയുടെ ഏറ്റവും വലിയ വീഴ്ചയ്ക്ക് കാരണം ഒരു രാഷ്ട്രീയ കൊടുങ്കാറ്റായിരുന്നു. 2002 ഗുജറാത്ത് കലാപം പോലുള്ള സെൻസിറ്റീവായ ഒരു വിഷയത്തിൽ സിനിമ തൊട്ടപ്പോൾ അത് വലിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തി. ഒരു വിഭാഗം പ്രേക്ഷകരും ചില രാഷ്ട്രീയ പാർട്ടികളും ഇതിനെ ഹിന്ദു വിരുദ്ധമെന്ന് മുദ്രകുത്തി. ഇത് വലിയ തിരിച്ചടിക്ക് കാരണമായി. ഒടുവിൽ ആ കലാപരംഗങ്ങൾ ഉൾപ്പെടെ 17 നിർണായക രംഗങ്ങൾ റിലീസിന് ശേഷം സിനിമയിൽ നിന്ന് എഡിറ്റ് ചെയ്യേണ്ടി വന്നു. ഒന്ന് ആലോചിച്ചു നോക്കൂ. പൊതുജനങ്ങളുടെയും രാഷ്ട്രീയക്കാരുടെയും സമ്മർദ്ദം കാരണം ഒരു ബ്ലോക്ക് ബസ്റ്റർ സിനിമ റിലീസിന് ശേഷം വെട്ടിമുറിക്കേണ്ടി വരുന്നത്. രാഷ്ട്രീയം മാറ്റി നിർത്തിയാലും സിനിമയുടെ കഥ ഒരു മെസ് ആയിരുന്നുവെന്ന് പല നിരൂപകരും അഭിപ്രായപ്പെട്ടു. മടിയമെഴുത്ത്, നിലവാരമില്ലാത്ത കഥാപാത്രങ്ങൾ, അന്താരാഷ്ട്ര മാഫിയയും ഇന്ത്യൻ രാഷ്ട്രീയവും ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള പാടുപെടൽ. ഒരുപാട് കാര്യങ്ങൾ ഒരേ സമയം ചെയ്യാൻ ശ്രമിച്ചപ്പോൾ ലൂസിഫറിന്റെ ആത്മാവ് നഷ്ടപ്പെട്ടു. പുറത്തുനിന്നുള്ള കാര്യങ്ങൾ എങ്ങനെ വലിയ പ്രോജക്റ്റുകളെ തകർക്കുമെന്നതിൻ്റെ വലിയൊരു ഉദാഹരണമാണിത്. അടുത്തത് പലരെയും ആശയക്കുഴപ്പത്തിലാക്കിയ ഒരു കൂട്ടുകെട്ടാണ്. രജനീകാന്തും ലോകേഷ് കനകരാജും ഒന്നിച്ച കൂലി. കേൾക്കുമ്പോൾ ഇതൊരു സ്വപ്ന ടീമായിരുന്നു. സൂപ്പർ സ്റ്റാറും വിക്രം, ലിയോ പോലുള്ള സിനിമകൾ ചെയ്ത പുതിയ തലമുറയിലെ സൂപ്പർ ഹിറ്റ് സംവിധായകരും. പക്ഷേ സിനിമയ്ക്ക് കടുത്ത ഐഡന്റിറ്റി ക്രൈസിസ് ആയിരുന്നു. ഇതൊരു പഴയ രജനിമാ സിനിമയാണോ, അതോ ലോകേഷ് കനകരാജിന്റെ ഡാർക്കായ ഒരു സിനിമയാണോ? സിനിമ രണ്ടുമാകാൻ ശ്രമിച്ചു, എന്നാൽ ഫലത്തിൽ രണ്ടുമല്ലാതായി. ലോകേഷിന്റെ പ്രശസ്തമായ ശൈലികൾ, അതായത് പഴയ പാട്ടുകളുടെ അകമ്പടിയോടെയുള്ള പുതിയ തരം ഫൈറ്റ് സീനുകൾ, നേർരേഖയിലില്ലാത്ത കഥ പറച്ചിൽ എന്നിവയെല്ലാം ഇവിടെ അടിച്ചേൽപ്പിച്ചതുപോലെയും ആവർത്തന വിരസവുമായി തോന്നി. വികസിപ്പിക്കാത്ത ഒരുപാട് ഉപകഥകളും നാഗാർജുന, ആമിർ ഖാൻ പോലുള്ള വലിയ താരങ്ങളും സിനിമയിൽ നിറഞ്ഞു നിന്നു. പക്ഷേ അവരുടെ റോളുകൾക്ക് ഒരു നിലവാരവുമുണ്ടായിരുന്നില്ല. തിരക്കഥയിൽ സൂപ്പർ സ്റ്റാറിന്റെ തന്നെ ഇടപെടലുകൾ ഉണ്ടായിരുന്നുവെന്നും അത് കഥയുടെ മുറുക്കം കുറച്ചുവെന്നും അഭ്യൂഹങ്ങളുണ്ടായിരുന്നു. ഇനി ഇതിഹാസങ്ങളുടെ ഒരു സംഗമം വാഗ്ദാനം ചെയ്ത സിനിമ കമൽഹാസനും മണിരത്നവും ഒന്നിച്ച തഗ് ലൈഫ്. അവരുടെ ക്ലാസിക് ചിത്രമായ നായകന് ശേഷം ഇതൊരു സിനിമാറ്റിക് മാജിക് ആകുമെന്നാണ് എല്ലാവരും കരുതിയത്. എന്നാൽ നമുക്ക് കിട്ടിയതോ ആശയക്കുഴപ്പമുള്ള ഒരു കാഴ്ചപ്പാട്. സങ്കീർണമായ കഥാപാത്രങ്ങളും തത്വചിന്തനാപരമായ വിഷയങ്ങളും ഉൾപ്പെടെ ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് കൈകാര്യം ചെയ്യാൻ ശ്രമിച്ചു. പക്ഷേ ഒന്നും പൂർത്തിയായില്ല. ഒഴുക്കില്ലാത്ത കഥ പറച്ചിൽ കാരണം പ്രേക്ഷകർക്ക് വൈകാരികമായി സിനിമയുമായി അടുക്കാൻ കഴിഞ്ഞില്ല. പ്രേക്ഷകരുമായ ഒരു വൈകാരിക ബന്ധം സ്ഥാപിക്കാൻ സിനിമയ്ക്ക് കഴിഞ്ഞില്ല. നിർണായകമായ കഥാസന്ദർഭങ്ങൾക്കും വൈകാരിക മുഹൂർത്തങ്ങൾക്കും വേണ്ടത്ര ആഴം നൽകിയില്ല എന്ന പ്രേക്ഷകരും നിരൂപകരും ഒരുപോലെ പരാതിപ്പെട്ടു. കഥാപാത്രങ്ങളുമായി ഒരു ഇഷ്ടം തോന്നാനോ
അവരുടെ ഉദ്ദേശങ്ങൾ മനസ്സിലാക്കാനോ നമുക്ക് കഴിഞ്ഞില്ല. ഈ രണ്ടു ഇതിഹാസങ്ങളും ഒന്നിക്കുന്നു എന്ന ഹൈപ്പ് ഒരു ഇരുട്ടതല മൂർച്ചയായി മാറി. നിങ്ങൾ നായകൻ നിലവാരത്തിലുള്ള ഒരു സിനിമ വാഗ്ദാനം ചെയ്യുമ്പോൾ അതിൽ കുറഞ്ഞ എന്തും ഒരു വഞ്ചനയായി തോന്നും. തഗ് ലൈഫ് അതിൻ്റെ തന്നെ പാരമ്പര്യത്തിൻ്റെ ഭാരം താങ്ങാൻ കഴിയാതെ സ്വന്തം കഥയിൽ മുങ്ങിപ്പോയി. അവസാനമായി ഹൃത്തിക് റോഷനും NTR ജൂനിയറും ഒന്നിച്ച വാർ 2 കുറിച്ച് ചുരുക്കി പറയാം. വിശദമായ കാരണങ്ങൾ ലഭ്യമല്ലെങ്കിലും കൂലി എന്ന വലിയ സിനിമയോട് റിലീസ് ചെയ്ത ഈ സിനിമ ഒരു സമ്പൂർണ്ണ പരാജയമാണ് എന്ന് നമുക്കറിയാം. 400 കോടി രൂപയിലധികം ബഡ്ജറ്റിൽ നിർമ്മിച്ച ഈ സിനിമയുടെ പരാജയം യാഷ് രാജ് ഫിലിംസിനും ഇന്ത്യൻ സിനിമയ്ക്കും ഒരു വലിയ ചോദ്യമാണ്. സിനിമയുടെ കഥയിലോ നിർമ്മാണത്തിലോ ഉള്ള പ്രശ്നങ്ങൾ നമുക്ക് വ്യക്തമായി അറിയില്ല. എന്നിരുന്നാലും കൂലി എന്ന വലിയ സിനിമയോട് മത്സരിച്ച് പരാജയപ്പെട്ടത് ഒരു വലിയ പ്രവണതയാണ് സൂചിപ്പിക്കുന്നത്. വലിയ താരങ്ങളും വിജയിച്ച ഫ്രാഞ്ചൈസിയും മാത്രം പോരാ, സിനിമയുടെ ഉള്ളടക്കം മികച്ചതല്ലെങ്കിൽ മത്സരം കടുപ്പാണെങ്കിൽ സിനിമ പരാജയപ്പെടും. വലിയ സിനിമകളുടെ തിരക്കിനിടയിൽ നിങ്ങളുടെ സിനിമ അസാധാരണമല്ലെങ്കിൽ അത് എളുപ്പത്തിൽ മറക്കപ്പെടും. അപ്പോൾ 2025 ഈ ബ്ലോക്ക് ബസ്റ്റർ പരാജയങ്ങളിൽ നിന്നുള്ള പ്രധാന പാഠമെന്താണ്? ഒന്നാമത്തേത്, കഥയാണ് രാജാവ്. വലിയ ബഹളങ്ങളും താരങ്ങളും പ്രേക്ഷകരെ ഒരു തവണ തിയേറ്ററിൽ എത്തിക്കാമെങ്കിലും നല്ലൊരു കഥയുണ്ടെങ്കിൽ മാത്രമേ അവർ വീണ്ടും വരികയും സിനിമ വിജയിക്കുകയും ചെയ്യുകയുള്ളൂ. രണ്ടാമത്തേത്, പ്രേക്ഷകരുടെ ബുദ്ധിയെ ബഹുമാനിക്കുക. സ്ലോ മോഷൻ എൻട്രികളും പഴയ തമാശകളും കേൾക്കാൻ മാത്രമല്ല നമ്മളിപ്പോൾ സിനിമയ്ക്ക് പോകുന്നത്. ഞങ്ങൾക്ക് പുതുമയും ആഴവും യഥാർത്ഥ വികാരങ്ങളും വേണം. അവസാനമായി, ഹൈപ്പ് ഒരു ഇരുട്ടതല മൂർച്ചയാണ്. അത് പ്രതീക്ഷകൾ വളർത്തും. പക്ഷേ സിനിമയ്ക്കത് നൽകാൻ കഴിഞ്ഞില്ലെങ്കിൽ ആ ഹൈപ്പ് നിരാശയായി മാറും. നിരാശ ഒഴിഞ്ഞ കസേരകൾക്ക് കാരണമാകും. രാഷ്ട്രീയ വിവാദങ്ങൾ മുതൽ ആശയക്കുഴപ്പമുള്ള കാഴ്ചപ്പാടുകൾ വരെ ഈ സിനിമകൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് സിനിമ എന്നത്, പ്രത്യേകിച്ചും ഇത്രയും വലിയ സ്കെയിലിൽ, വളരെ സങ്കീർണമായ ഒരു കലയാണെന്നാണ്. പണത്തിനോ താരങ്ങൾക്കോ വലിയ സെറ്റുകൾക്കോ മോശം തിരക്കഥയോ അവ്യക്തമായ സംവിധാനത്തെയോ മറികടക്കാൻ കഴിയുകയില്ല. ഈ സിനിമകൾക്ക് എന്തുപറ്റിയെന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത്? നിങ്ങൾ ഈ സിനിമകൾ കണ്ടോ? ഞങ്ങളുടെ വിശകലനത്തോട് നിങ്ങൾ യോജിക്കുന്നോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. നിങ്ങളുടെ ചിന്തകൾ കേൾക്കാനും ഈ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഇന്ത്യൻ സിനിമയെക്കുറിച്ചുള്ള കൂടുതൽ വിശകലനങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷനായി ആ ബെൽ ഐക്കൺ കൂടി അമർത്തുക.